നമുക്കിന്നൊരു മുതിരക്കൂട്ടം വെച്ചാലോ? വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. ഞങ്ങളിവിടെ ഏകദേശം 1 കപ്പോളം മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഈ മുതിര നമുക്കൊന്ന് വറുത്തെടുക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് മുതിര ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ടതില്ല. മുതിര വറക്കുന്നതല്ലാതെ തലേന്ന് വെള്ളത്തിലിട്ടാലും മതി. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറക്കാൻ. നമുക്ക് മുതിര മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മുതിര പാകമാകുമ്പോൾ അത് പൊട്ടിത്തുടങ്ങും. വീഡിയോയിൽ അത് കാണാത്തതാണ്, ശരിക്കും അത് പൊട്ടുന്നുണ്ട്. മുതിര പൊട്ടുന്നത് കാണുന്നുണ്ടോ? മുതിരയുടെ കളറ് ചേഞ്ച് ആകും, പിന്നെ ഇതിനൊരു മണവും വരും. ഇത് ചൂടാറുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാം. കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇതിൽ കല്ലുണ്ടാകും. കഴുകി വൃത്തിയാക്കിയ മുതിര നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ കുക്കർ അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ മുതിര ഇവിടെ വെന്തിട്ടുണ്ട്. 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 7 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുത്ത മുതിരയാണിത്. ടോട്ടൽ 10 വിസിൽ നമ്മളിതിന്. മുതിര കാച്ചാനായി നമുക്ക് പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 6 ചെറിയുള്ളിയും 1 തണ്ട് വേപ്പിലയുമാണ്. വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഉള്ളിയുടെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി വേവിച്ച് വെച്ച മുതിര ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരുന്ന സ്റ്റവ് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത്. ഇത് ഉപ്പുണ്ടോ എന്ന് നോക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഉപ്പൊക്കെ പാകമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം കറി ഓഫ് ചെയ്യാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.